Hi students, midterm IT exam 2022 standard 8th Gimp ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ നോക്കാം. Prepare a poster in Gimp software as in the model using the following hints. Create a canvas of width 500 px and height 400 px. Include the text worry less, smile more as in the model. Draw the straight lines. Save the file with your register number underscore question number as file name to the folder exam 8 in home. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും കൂടി നോക്കാം. മാതൃകയിലേതുപോലെ ഒരു പോസ്റ്റർ ജിംപ് സോഫ്റ്റ്വെയറിൽ താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് തയ്യാറാക്കുക. വിഡ്ത്ത് 500 pxഉം ഹൈറ്റ് 400 pxഉം വലുപ്പമുള്ള ഒരു ക്യാൻവാസ് തയ്യാറാക്കുക. വറി ലെസ് സ്മൈൽ മോർ എന്ന വാക്യം മാതൃകയിലേതുപോലെ ഉൾപ്പെടുത്തുക. നേർരേഖകൾ വരച്ചു ചേർക്കുക. ഇത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 8 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നുള്ളത് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആയി വരുമ്പോൾ ചിലപ്പോൾ സെറ്റിങ്സ് ഒക്കെ മാറിയായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിതൊന്ന് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഒന്നെങ്കിൽ ഹോമിൽ അല്ലെങ്കിൽ പ്ലേസസിലെ ഹോം എടുത്തു ഇവിടെ റീസെറ്റ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അവിടെ റീസെറ്റ് ജിംപ് എന്ന് കാണാം. ആ ജിംപ് ഓപ്പൺ ചെയ്തു. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു മെസ്സേജ് വരുന്നുണ്ട്, ജിംപ് ഹാസ് ബീൻ റീസെറ്റ്. ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെ ജിംപ് റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. അപ്പോൾ ഇത് മൊത്തത്തിലൊരു വിൻഡോ ആക്കി മാറ്റാനായിട്ട് ഇവിടുന്ന് വിൻഡോസിൽ സിംഗിൾ വിൻഡോ മോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വിഡ്ത്ത് 500 pxഉം ഹൈറ്റ് 400 pxഉം ഉള്ള വലിപ്പമുള്ള ഒരു ക്യാൻവാസ് നിർമ്മിക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഫയലിൽ ന്യൂ എന്ന് കൊടുക്കുന്നു. ഇവിടെ ക്രിയേറ്റ് ന്യൂ ഇമേജ് എന്നുള്ളിടത്ത് വിഡ്ത്ത് 500 എന്ന് കൊടുക്കാം. ഹൈറ്റ് 400 എന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് സെറ്റ് ചെയ്തിട്ട് ഓക്കെ എന്ന് കൊടുക്കാം. അപ്പോൾ ആ സൈസിലുള്ള ഒരു ക്യാൻവാസ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനാണ്, വറി ലെസ് സ്മൈൽ മോർ എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായി ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പ്ലസ് ചെയ്താൽ ഒരു ലെയർ ഉണ്ടാവുന്നതാണ്. ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, എ ക്ലിക്ക് ചെയ്തു. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ വലിയൊരു ടെക്സ്റ്റ് ബോക്സ് നമുക്കിവിടെ ഡ്രോ ചെയ്യാം. അങ്ങനെ ഡ്രോ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതെവിടെ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെയുള്ള എ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് ഇവിടെ ചേഞ്ച് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ സൈസ് നമുക്കിവിടെ വലുതാക്കണമെങ്കിൽ വലുതാക്കാം. അതുപോലെ ഇത് അലൈൻമെൻറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് ആക്കണമെങ്കിൽ അതും ഇവിടുന്ന് കൊടുക്കാവുന്നതാണ്. ഇനി കളറാണ് നമ്മൾക്ക് ആദ്യം വേണ്ട കളറ് ഗ്രീൻ കളറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രീൻ കളറ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രീൻ കളർ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്നു വറി ലെസ് എന്നുള്ളത്, വറി എന്നുള്ളത് ടൈപ്പ് ചെയ്തു. ഇനി അവിടെ കൊടുത്തിരിക്കുന്നത് ലെസ് എന്നുള്ളത് റെഡ് കളറിലാണ്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് റെഡ് എന്ന് കൊടുക്കാം. ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പം ലെസ് എന്ന് കൊടുത്തു, കോമ. ഇനി എൻ്റർ പ്രസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് ലൈനിലുള്ളത് ഒരു 2 ലൈനിൻ്റെ സ്പേസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുന്നു. അടുത്തത് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് യെല്ലോ കളറാണ്. യെല്ലോ കളർ സെലക്ട് ചെയ്യാനായിട്ട് ഇവിടുന്ന് യെല്ലോ കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്തു. സ്മൈൽ എന്നുള്ളത് ടൈപ്പ് ചെയ്തു. ഇനി സ്പേസ് ഇട്ടിട്ട് അടുത്തത് സ്മൈൽ മോർ എന്നുള്ളത് ബ്ലൂ കളറിൽ കൊടുക്കാം. അപ്പോൾ ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. ബ്ലൂ കളറിൽ ഇവിടുന്ന് മോർന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കാണാം ടെക്സ്റ്റ് രണ്ടും ഒരേ ഇതിലാണ് വന്നത്. ഇവിടെ നോക്കുമ്പോൾ ഒന്ന് പിന്നെ ലെഫ്റ്റ് അലൈൻമെൻറ്റും ഒന്ന് റൈറ്റ് അലൈൻമെൻറ്റും ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് ഇതിനെ കുറച്ചങ്ങോട്ട് മൂവ് ചെയ്യിക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് വലുതാക്കണമെങ്കിൽ ഇവിടെയുള്ള ഈ ട്രയാങ്കിൾ പോലത്തെ ഒരു ഐക്കൺ കാണാം. ഇത് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് വലുതാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞൊരു യൂസ് എഡിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്റർ വന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക്
ചേഞ്ച് ചെയ്യാം. ഇത് പിന്നെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് ക്ലോസ്ന്ന് ടൈപ്പ് ചെയ്താൽ മതി. യൂസ് എഡിറ്റർ കൊടുത്തിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ക്ലോസ്ന്ന് കൊടുത്താൽ മതി. ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് 2 ടെക്സ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്തിട്ട് വീണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം തോന്നുന്നത് ആ രീതിയിൽ ഇത് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു ലൈനാണ് വേണ്ടത്. അതിനായിട്ട് നമ്മളിവിടെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിലൊന്ന് സെലക്ട് ചെയ്യാം. അവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ആദ്യം വേണ്ടത് ബ്ലൂ ലൈനാണ്. ബ്ലൂ ലൈൻ കൊടുക്കാൻ വേണ്ടി നമ്മളിവിടുന്ന് കളർ സെലക്ട് ചെയ്യുന്നു. ബ്ലൂ കളർ സെലക്ട് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്യുന്നു. പെൻസിലോ ബ്രഷോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം. ഞാൻ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 20 ആണുള്ളത്. നമുക്ക് അത്രയും സൈസ് വേണ്ട. ഇവിടെ നമ്മളൊന്ന് ഒരു 8, 7 കൊടുത്താൽ മതി. അത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് എവിടെയാണല്ലോ ലൈൻ വരേണ്ടത് ആ ലൈൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഡോട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് എവിടെയാണോ നമുക്കിത് എൻഡ് ചെയ്യേണ്ടത് അവിടേക്ക് ഡ്രോ ചെയ്യാം. അപ്പോൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിൽ താഴെ ഒരു ലൈനാണ്. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഇവിടെ കളർ ചേഞ്ച് ചെയ്യുന്നു. ഗ്രീൻ കളർ കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇവിടെ താഴെ സ്മൈൽ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സ്മൈൽ എന്നുള്ളിടത്തൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇനി ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് ലൈൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അവിടേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 2 ലൈൻ അവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇതൊന്ന് സേവ് ചെയ്യാനാണ്. സേവ് ദ ഫയൽ വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ഫയൽ നെയിം ടു ദ ഫോൾഡർ exam 8. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇവിടെ ഹോമിൽ exam 8 എന്നുള്ള ഓപ്ഷനിൽ exam 8 എന്നുള്ള ഫോൾഡറിൽ നിങ്ങളിവിടെ അൺടൈറ്റിൽഡ് എന്നുള്ളത് _ അടിച്ചിട്ട് 8A നിങ്ങളുടെ റോൾ നമ്പർ എത്രയാണോ അത്ര കൊടുത്തു. _ ക്വസ്റ്റ്യൻ നമ്പർ ജിമ്പിൻ്റെ ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് 1 ആണെങ്കിൽ 1 കൊടുക്കുക, 2 ആണെങ്കിൽ 2 എന്ന് കൊടുത്തിട്ട് .xm സേവ് കൊടുക്കുക. അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ പോസ്റ്റർ as in the model using Gimp software. Perform the following activities for the same. Open the file trafficsignal.png given in the folder images 8 in home using Gimp software. Draw the straight line. Include the text obey traffic signals as in the model. Export this file to JPG format with your register number _ question number as the file name and save to the folder exam 8 in home. അതിന് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. മാതൃകയിലേതുപോലെ ഒരു പോസ്റ്റർ ജിംപ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിനായി ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജിംപ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ജിംപ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഹോമിലെ ഇമേജസ് 8ൽ നൽകിയിട്ടുള്ള trafficsignal.png എന്ന ചിത്രം ജിംപ് സോഫ്റ്റ്വെയർ തുറക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഹോമിൽ ഇമേജസ് 8 എന്നുള്ളിടത്ത് ട്രാഫിക് സിഗ്നൽ എന്നുള്ള ഫയലുണ്ട്. ആ ഫയൽ സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് താഴെയായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്യാനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഡ് കളറിൽ ബ്രഷ് സെലക്ട് ചെയ്തു. റെഡ് കളർ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കുന്നു. ഒരു 9 കൊടുക്കുകയാണ്. അതിനുശേഷം എവിടെയാണോ നമുക്ക് ലൈൻ വരേണ്ടത് ആ ലൈൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് അവിടേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ലൈൻ വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒബേ ട്രാഫിക് സിഗ്നൽസ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാനാണ്. അപ്പോൾ അതിനായിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഈ ഒരു ഇതിൽ പ്ലസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാണ്. അവിടെ കൊടുത്തിരിക്കുന്ന കളറ് ഗ്രീൻ ആണ്. ഗ്രീൻ കളറ് ബോൾഡ് ആക്കും. നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഒബേ ട്രാഫിക് റൂൾസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് വലുതാക്കുന്നുണ്ട്.
ഒന്ന് സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ട്, ബോൾഡാക്കി. നമുക്ക് വേണ്ടത് എവിടെയാണോ അവിടേക്ക് കൃത്യമായിട്ട് ഇതിനെ കൊണ്ടുവെക്കണം. ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ട്രാഫിക് സിഗ്നൽ ഒന്ന് എടുത്തു നോക്കിയാൽ ഒബേ ട്രാഫിക് സിഗ്നൽ എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് JPG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഫയലിൽ എക്സ്പോർട്ട് ആസ് എന്നുള്ള ഓപ്ഷൻ കാണാം. എക്സ്പോർട്ട് ആസ് എന്നുള്ളത് കൊടുത്തു. നമ്മുടെ ഹോമിൽ exam 8 എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തു. JPG ഫോർമാറ്റ് കൊടുത്തു. ഇവിടെ നിന്ന് നമ്മളത് നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. 8th E ആണെങ്കിൽ 8th E എന്ന് കൊടുത്തു. 12 റോൾ നമ്പർ ആണെങ്കിൽ 12 റോൾ നമ്പർ കൊടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണെങ്കിൽ 1 എന്ന് കൊടുത്തു. .jpg എന്ന് കൊടുക്കുന്നു. എക്സ്പോർട്ട് കൊടുക്കാം. എക്സ്പോർട്ടിന് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ JPG ഫോർമാറ്റിൽ ഇത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.